കേരളത്തിൽ വിധി ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിളുകളൊന്നും കേരളത്തിൽ മുളയ്ക്കത്തില്ല, ഉണ്ടാകില്ല എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 തരം വെറൈറ്റി ആപ്പിൾസൊക്കെ അദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല കൃഷികളും അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു. MES നെടുങ്കണ്ടം കോളേജിൻ്റെ NSS 7 ദിവസത്തെ ക്യാമ്പിൻ്റെ 5ാമത്തെ ദിവസം നമ്മളിന്ന് ഒരു ഫാം വിസിറ്റ് എന്നുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കാര്യം അറിയിച്ച സമയത്ത് എല്ലാതരം സഹായങ്ങളും സഹകരണങ്ങളും ചെയ്ത ഈ ഫാം ഹൗസിൻ്റെ ബിജു മിറക്കൽ ഫാം ഹൗസിൻ്റെ ഓണറായ ബിജു ചേട്ടന് MES കോളേജ് NSS യൂണിറ്റിൻ്റെ വക വളരെ സ്നേഹാദരം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇന്ന് ഈ ഫാം ഹൗസുമായി ബന്ധപ്പെട്ട് നമുക്ക് രാവിലെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ ചേട്ടനെ കാണാനിടയായി. രാവിലെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഫാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള പ്ലാന്റുകളുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരികയും ഞങ്ങളുടെ കുട്ടികൾക്കൊരു മോട്ടിവേഷനായ ബിജുചേട്ടന് NSSൻ്റെ പേരിൽ ഔദ്യോഗിക നന്ദി പറയാൻ വേണ്ടി ഇന്ന് ഞങ്ങളുടെ ടീമിലെ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ലീഡറായ യദുവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. NSS സപ്തദിന ക്യാമ്പിൻ്റെ 5ാമത്തെ ദിവസമായി ഇന്ന് നമുക്ക് ഈ മിറാക്കിൾ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയൊരു അവസരം ഉണ്ടാക്കി തന്ന ബിജു സാറിനും ഇവിടുത്തെ ഈ ഫാമിലെ മറ്റംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളിവിടെ എത്തിച്ച പ്രോഗ്രാം ഓഫീസർമാരായ മുന്നാമിസിനും അഭയദേവ് സാറിനും എൻ്റെ പേരിലും എൻ്റെ ടീമിൻ്റെ പേരിലും NSS യൂണിറ്റിൻ്റെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഇത് നമ്മുടെ ഡിസംബർ 24-ാം തീയതിയാണ്. അപ്പോൾ ക്രിസ്മസ് ആണ്. നമ്മുടെ ഫാമിലേക്ക് വന്ന അതിഥികൾ നമ്മുടെ പിള്ളേരാണ്. നല്ലൊരു കാര്യമാണ്. ഈ പിള്ളേർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് നമ്മുടെ ഫാമിലേക്ക് വന്നതിൽ നമ്മൾ നല്ല സന്തോഷമുണ്ട്. അവർ വന്നു. ഇനി അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ NSSൻ്റെ ഭാഗമായിട്ട് MES കോളേജിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം. പല ജില്ലകളിൽ നിന്ന് വന്ന കുട്ടികൾ. അപ്പം അനേകർ മിറാക്കിൾ ഫാം ഹൗസ് തേടി ഈ കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനത്തിൻ്റെ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വരുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു കുട്ടികൾ വരട്ടെ. അപ്പോൾ അവർ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അത് വലിയ ആയിരിക്കും, ഒരു മോട്ടിവേഷൻ. അപ്പോൾ ഇവർ വന്നപ്പോൾ സന്തോഷത്തോടെ കേക്ക് ഞങ്ങൾ മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ. ഇവർക്ക് അതൊന്ന് കൊടുക്കുക. ഓക്കെ സാറേ, അത് എടുത്ത് കൊടുത്തേ സാറേ. എല്ലാവരും കൊടുക്കടിയല്ലോ. അപ്പോൾ പിന്നെ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ലോ ചില്ലവർ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. ആ ചില്ലവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ വരുന്ന ചെറിയ തണുപ്പ്. ഇതിനെ ശേഖരിച്ച് വെച്ചിട്ടാണ് ഇവൻ ഈ ചില്ലവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചില്ലവർ കൂടുതൽ വേണ്ട ചെടികൾ കാശ്മീർ പോലുള്ളവർക്ക് ചെയ്യുന്നു. അങ്ങനെ കായ്ക്ക് കൊള്ളുന്ന വിധി എഴുതിയ ഗാല ആപ്പിൾ ഇതിപ്പോൾ നമ്മൾ കായ്ച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് ഇതല്ല. ഒരു ചെടിയെ സംബന്ധിച്ച് വേണ്ട മൈക്രോ ന്യൂട്രിയൻ്റ് തക്ക സമയത്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ മിറാക്കിൾ ഫാമിൽ വന്നേക്കാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ വേറൊരു ഫാമിൽ പോയിട്ട് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് ഫോട്ടോ എടുത്ത ചേട്ടനാണ്. ഞങ്ങൾ MES കോളേജ് നെടുങ്കണ്ടത്തെ NSS യൂണിറ്റിലെ കുട്ടികളാണ്. ഞങ്ങളിവിടെ 7 ദിവസത്തെ ക്യാമ്പ് നടക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ മിറാക്കിൾ ഫാം, അതായത് ബിജുചേട്ടൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ സ്കൂളിലേക്ക് കുറച്ച് ചെടികൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു കഴിവാണ് ഇവിടെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും കേരളത്തിൽ വിധി ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിളുകളൊന്നും കേരളത്തിൽ മുളയ്ക്കത്തില്ല, ഉണ്ടാകില്ല എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 തരം വെറൈറ്റി ആപ്പിൾസൊക്കെ അദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല കൃഷികളും അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു. അതേപോലെ തന്നെ അദ്ദേഹം വേറെ തൃശ്ശൂരിലൊരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതും ഈ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഫാം തന്നെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മികച്ചതായിട്ടുള്ള അത്ഭുതങ്ങൾക്ക് ദൈവം വീണ്ടും മുന്നോട്ട് പടിപടിയായിട്ട് ഉയർന്നു പോകാൻ ദൈവം
അതിനുള്ള കഴിവും പ്രാപ്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.